ഹലോ, ഒന്ന് എഴുന്നേറ്റ് മാറണം. ഇത് പൊതുവഴിയല്ല. എവിടുന്ന് വരുന്നു എന്തോ ഇതൊക്കെ. ചേച്ചി ഏതോ പാവപ്പെട്ടവനാണെന്ന് തോന്നുന്നു. പാവപ്പെട്ടവനോ? ഇതുപോലുള്ളവന്മാര് ഒന്നും അറിയാത്ത മട്ടിൽ കറങ്ങി നടന്നിട്ട് തലയറുത്തോണ്ട് പോന്ന്. എന്താ ചേച്ചി വിട്ടേക്ക്. ഗംഗാ ടൈലേഴ്സിൽ നിധിയൊന്നും കുടിച്ചിട്ടില്ലല്ലോ. കുറച്ച് തുണിയല്ലേ ഉള്ളൂ. അതിപ്പോ ഭിക്ഷക്കാർക്ക് പോലും വേണ്ട. നടക്ക്. സലിമക്ക, ആ പ്രദീപ് ഒരു മിതം കൊടുത്തേക്കണേ. അപ്പൊ കാശ അത് പറഞ്ഞിട്ടുണ്ട്, വാങ്ങിച്ചു വെച്ചാ മതി. തീർന്നില്ലേ വിനീതേട്ടാ? കഴിഞ്ഞു. ഞാൻ നിങ്ങളെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? ആ, ഇറങ്ങാം. ചായ മറ്റു കുടിക്കണോ? വേണ്ട വിനീതേട്ടാ, 10 മണിയാ ചാരുലത മാഡം പറഞ്ഞിരിക്കുന്ന സമയം. നമ്മളായിട്ട് ലേറ്റ് ആക്കണ്ട. അല്ല, അവർക്ക് കൊടുക്കാനുള്ള എല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ആ, അച്ഛന്റെ മൊബൈലും ഡയറിയൊക്കെ അല്ലേ, അതൊക്കെ ഞാൻ സ്കൂട്ടിയിൽ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. ഇതോടെ ജയബാലന്റെ ആ പിളകും. ആ, എന്നാ ഇറങ്ങിക്കാം. ഇക്ക, കട നോക്കിയേക്കണേ. ഇത് കൊടുത്തേക്കാം. പോയിട്ട് വരാക്കാം. ശരി മോളെ. ആ വിനീതേട്ടാ, ഇടയ്ക്ക് പടിയിലൊക്കെ ഒരു ശ്രദ്ധ വേണം കേട്ടോ. ഇവിടെ ചായക്കട ആക്കാനൊന്നും സമ്മതിക്കരുത്. പെണ്ണുങ്ങൾക്കൊക്കെ കടയിലേക്ക് വന്നു പോകാനുള്ളതല്ലേ. ചായക്കട ആക്കാനോ? പൊന്നു വിനീതേട്ടാ, ഞങ്ങൾ വന്നപ്പോ ഇവിടെ ഏതോ ഒരു അയ്യോ പാവ ഇരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കായിരുന്നു. അതിനകങ്ങേച്ചി ഇതൊക്കെ പറയുന്നേ. ആ, ഇതിനു മുമ്പ് ഇവിടൊന്നും കണ്ടിട്ടില്ല. നമുക്ക് പോയേക്കാം. 10 മണിക്ക് എത്താന്നല്ല പറഞ്ഞത്. വാ പോവാം. പുഷ്പവാടിയിൽ സ്റ്റേഷനിലെ പുതുതായിട്ട് പോലീസ് ഓഫീസർമാർ ചാർജ് എടുത്താലേ താഴ്വാരങ്ങളിൽ വന്ന് ഒരു വിരുന്ന് സ്വീകരിക്കുന്ന പതിവുണ്ടേ. അല്ല, മാഡം ഇവിടെ വന്നതും ചാർജ് എടുത്തതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്തായാലും മാഡം വിളിപ്പിച്ചു തന്നായി. നമുക്കൊന്ന് പരിചയപ്പെട്ടിരിക്കാമല്ലോ. മാഡം വിശദമായ പരിചയപ്പെടലൊക്കെ പിന്നീടാവാം. ഇപ്പം ഇവരുടെ കല്യാണമായിട്ടുള്ള ഓട്ടത്തിലാണ്. അല്ല, മാഡം കല്യാണത്തിന് വരണം. അതിനുശേഷം മാഡത്തിന് ഒരു പ്രത്യേക ട്രീറ്റിന് വിളിക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ വിശദമായി തന്നെ പരിചയപ്പെടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ജയബാലൻ സർ. അല്ല, ഞാൻ സാറിനോട് മാത്രമേ വരാൻ പറഞ്ഞിരുന്നുള്ളൂ. മാഡം ഇവളുടെ കല്യാണത്തിന്റെ ഓട്ടത്തിലാന്ന് പറഞ്ഞല്ലോ. അല്ല, ഇവൾക്കും ഈ ശേഷം അന്യൊന്നുമല്ല. ഓരോ സഹായത്തിന് സംഭാവനയ്ക്കൊക്കെ ആയിട്ടേ താഴ്വാരങ്ങളിൽ കയറി ഇറങ്ങുന്നവരാ ഇവിടുത്തെ മിക്കവാറും പോലീസുകാർ. അവരെല്ലാം കല്യാണത്തിന് ക്ഷണിക്കാൻ വേണമല്ലോ. മക്കളെ, ഒരു കാർഡ് കൊടു. മേഡം, എന്താ മാഡം, മാഡം എന്റെ മോക്ക് കൺഗ്രാസ് ഒന്നും പറഞ്ഞില്ല? സാധാരണ ഈ കസേരയിൽ ഇരിക്കുമ്പോ എനിക്ക് കിട്ടാറുള്ളത് മുഴുവനും കംപ്ലൈന്റ്സ് ആണ് ജയബാലൻ സാറ്. അതിന് കൺഗ്രാറ്റ്സ് പറഞ്ഞ ശീലമില്ല. അല്ല, മാഡം എന്തായാലും കുടുംബസമേതം വരണം. ആ വാ. ഇവരെന്താ മാഡം ഇവിടെ? ജയബാലൻ സാറേ, ഇത് സാറിന്റെ മകളുടെ കല്യാണക്ഷണത്തിനുള്ള വേദിയോ താഴ്വാരങ്ങളിലെ വിരുന്ന് സൽക്കാരത്തിന്റെ ചർച്ചയോ അല്ല. ഇറ്റ്സ് സ്ട്രിക്ട്ലി ഒഫീഷ്യൽ. സാറിനെതിരെ കാവേരി ഒരു പരാതി വന്നിട്ടുണ്ട്.
ഓ അത് ഇത് വെറും ജലസിയാണ് മാഡം. പച്ച മലയാളത്തിൽ പറഞ്ഞ കുശുമ്പ്. കാവേരി ഇരുന്നേ. കേസ് ഏതാണെന്ന് ജയബാലൻ സാറിന് മനസ്സിലായി കാണുമല്ലോ. ആ തോട്ടത്തിന്റെ കേസായിരിക്കും. അതെ, അത് തന്നെ. മാഡത്തിന്റെ കാര്യം ഓർത്തേ എനിക്ക് സഹതാപമുണ്ട്. ഈ പുഷ്പവാടിയുടെ റോഡിൽ കൂടെ മുമ്പൊരു ഭ്രാന്തി തള്ള വടിയും പിടിച്ച് അലയുമായിരുന്നേ. ഈ കാറോ ജീപ്പോ കണ്ട അവർ കല്ലെടുത്ത് എറിയുമായിരുന്നു. നല്ല വേഷം ധരിച്ച് ആരെങ്കിലും പോന്ന കണ്ട വടിയും കൊണ്ട് അവരെ അടിക്കാൻ ഓടിക്കും. ഈ പുഷ്പവാടി മുഴുവൻ അവരുടെയാണെന്നും ബ്രിട്ടീഷുകാർ അവരുടെ കയ്യിൽ തട്ടിയെടുത്തതാന്നൊക്കെയാ അവർ പറഞ്ഞുകൊണ്ടിരുന്നതേ. ഇനിയിപ്പം നാട്ടുകാർ കൈവച്ചതാണോ അതോ ഇനി കാല് തന്നെ വീണതാണോ എന്ന് പറഞ്ഞൂടെ എനിക്ക്. പുഷ്പവാടിയിലെ മഹാറാണി ഒരു ദിവസം മാർക്കറ്റിലെ ഓടയില് ചത്ത് മലച്ചു കിടന്നു. അതുപോലുള്ള പരാതിയൊക്കെയാണോ മാഡം എടുത്തു വെച്ചേക്കുന്നത്? ഇവിടെ പരാതി എന്നവർക്ക് മാത്രമല്ല, മാഡത്തിനും കൂടെ ഭ്രാന്താന്ന് പറയുക ആൾക്കാര്. പുഷ്പവാടിയുടെ ചരിത്രമൊന്നും എനിക്ക് അറിയില്ല ജയപാലൻ സാറേ. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. തൽക്കാലം ഈ കേസ് ഒന്ന് എടുത്തു നോക്കാം. ആർക്കാ ഭ്രാന്തെന്ന് അറിയാലോ. ആയിക്കോട്ടെ മാഡം. പിന്നെ ഇവിടെ ഇപ്പം ഞാനിവരുടെ അച്ഛൻ്റെ പണം തട്ടിയെടുത്ത് തോട്ടം വാങ്ങിയെന്നില്ലേ പറയുന്നേ? തെളിവ് എന്തെങ്കിലും ഉണ്ട് ഹാജരാക്കാൻ പറ. തെളിവുണ്ട് മാഡം. എന്നിട്ട് എന്ത് ചെയ്യേ? എവിടാ? തെളിവ് തരാൻ ആള് വരും. എക്സ്ക്യൂസ് മീ. കേറി വാ മക്കളെ, കേറി വാ. എന്റെ മരുമോനാ. ദേ ഈ കാർഡിലുള്ളതേ അവന്റെ പേരാ, നിവിൻ. ദേ ഇവിടെ താലി കെട്ടാൻ പോകുന്നതേ എവനാ. ഇത് ജയപാലൻ സാറിന്റെ കുടുംബയോഗം അല്ലാന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മാഡം? ഇതിപ്പം ഒരു വടം വലിക്കുള്ള ആളുണ്ടല്ലോ അപ്പുറത്ത്. അപ്പം നമ്മളൂടെ ആരെങ്കിലുമൊക്കെ വേണ്ടായോ? അതിപ്പോ ഇവരെ പേടിച്ചിട്ടൊന്നുമല്ല. ഇവനും കൂടെ ഈ മീറ്റിംഗിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാ. പിന്നെ ഇവളെ കല്യാണം കഴിക്കുമ്പോഴേ ഇവന് ഞാൻ സമ്മാനം കൊടുക്കാൻ പോകുന്നതേ ഈ പറഞ്ഞ തോട്ടമാ. അതാരുടെയും പണം പറ്റിച്ചെടുത്ത് വാങ്ങിച്ചതാണെന്ന് നാളെ ഇവൻ പറഞ്ഞു കേൾക്കാൻ ഇടവരരുത്. എനിക്കത്രേ ഉള്ളൂ. മാഡം, എന്റെ ഭാഗത്ത് എല്ലാം ക്ലീനാക്കി വെക്കുന്നതാ എനിക്കിഷ്ടം. ഈ മടി കനമില്ലാത്തവനെ വഴി പേടിക്കുന്ന എന്തിനാ? അപ്പൊ വിഷയം ഇതാണെന്ന് ജയപാലൻ സാറിന് നേരത്തെ അറിയായിരുന്നു. പറഞ്ഞില്ലയോ മാഡം, ഈ പോലീസ് സ്റ്റേഷൻ ഈ കുടുംബം പോലാ. ഈ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങള് കാരണവരറിയണ്ടേ? അതുള്ള ഇങ്ങോട്ട് കയറിയില്ല. കുറെ പൊളിച്ചേക്കാ ഇങ്ങോട്ട് കയറിയില്ല. സോറി കാവേരി, ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഞാൻ ഇതേ ഒരു വഴി കണ്ടുള്ളൂ. കാവേരിക്ക് തോട്ടം തിരിച്ചു കിട്ടാൻ വേണ്ടിയാ ഇതെല്ലാം. അല്ല, തെളിവ് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ മാഡം? കാവേരി, അവര് വരും മാഡം. വരുമല്ലോ അല്ലേ കാവേരി? വരുമെന്ന് ശിവരാമേട്ടൻ ഉറപ്പ് പറഞ്ഞതാ. അതുപോലെ തന്നെ ബാങ്ക് മാനേജർ ജേക്കബ് സാറും. സമയം പറഞ്ഞില്ലേ അവരോട്?
10 മണിയിൽ നിന്ന് രാവിലെയും കൂടി വിളിച്ച് ഓർമ്മിപ്പിച്ചതാ. മാഡം 10 മണിന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഷാർപ്പ് ടൈമിനുണ്ട്. ദേ ഒരു അരമണിക്കൂർ മീറ്റിംഗ് തീർത്തരാന്ന് പറഞ്ഞാ മാഡം വിളിപ്പിച്ചതേ. ദേ ഇപ്പം സമയം 11 മണിയായി. ദേ മിനിസ്റ്റർ മറ്റൊക്കെ ടി വിയിലുണ്ടേ. എനിക്ക് നേരിട്ട് അവർ ചെന്ന് കല്യാണം വിളിക്കാനുള്ളതാ. ഉള്ള തെളിവല്ലേ അച്ഛാ കാണിക്കാൻ പറ്റൂ? ഇവരിവിടെ ഇരുന്ന് വേറെ ഇറങ്ങട്ടെ, നമുക്ക് ടി വിയിലേക്ക് പോവാം. നിക്ക് രാഗിണി, ഞാനിവിടെ മൊഴി കൊടുക്കാൻ വിളിച്ചവര് എന്നെ ചതിക്കൊന്നും ഞാൻ കരുതുന്നില്ല. അവര് വരിക തന്നെ ചെയ്യും. അതില്ലെങ്കിലും എനിക്ക് ചില തെളിവുകൾ കൂടി ഹാജരാക്കാനുണ്ട്. അച്ഛൻ ഗൾഫിലായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ അച്ഛൻ തോട്ടത്തിന് പണം മുഴുവൻ കൊടുത്തു തീർത്തതായി ഇയാളോട് പറയുന്നതിൻ്റെയും ഇയാളത് സമ്മതിക്കുന്നതിൻ്റെയും കോൾ റെക്കോർഡുണ്ട് മാഡം. അച്ഛൻ എപ്പോഴൊക്കെ പണം കൊടുത്തിട്ടുണ്ടെന്ന് എഴുതിയിട്ടിരിക്കുന്ന ഡയറിയും. ഞാനത് എടുത്തുകൊണ്ടുവരാം മാഡം. ഗംഗേച്ചി വാ. ജയപാലനൊന്ന് പേടിച്ചു അല്ലേടി? പിന്നെ പേടിക്കണ്ടേ? നമ്മുടെ അച്ഛൻ സമ്പാദിച്ച പണം കൊണ്ട് വാങ്ങിച്ച തോട്ടാ ചേച്ചി അയാൾ മകൾക്ക് സ്ത്രീധനായിട്ട് കൊടുക്കാൻ പോകുന്നെ. ഇനിയിപ്പോ തെളിവ് കിട്ടിയ അയാൾക്ക് തോട്ടം മടക്കി തരേണ്ടി വരുമല്ലേ? ആ പിന്നെ തട്ടിപ്പ് കേസല്ലേ, തോട്ടം മടക്കി തരിക മാത്രല്ല ജയിലിലും കിടക്കേണ്ടി വരും അയാൾക്ക്. എന്താടി? ആ ഫോണുണ്ടാരും കാണുന്നില്ല ചേച്ചി. നീ എന്തായി പറയുന്ന? സത്യ ചേച്ചി, ഈ ബാഗിനുള്ളിലാ ഞാൻ വെച്ചിരുന്ന. നോക്കട്ടെ. എന്താടി? ആ ഫോണുണ്ടാരും കാണുന്നില്ല ചേച്ചി. നീ എന്തായി പറയുന്ന? സത്യ ചേച്ചി, ഈ ബാഗിനുള്ളിലാ ഞാൻ വെച്ചിരുന്ന. നോക്കട്ടെ. ഇതിനകത്ത് ഇല്ലല്ലോ. നീ അതെടുത്ത് വെച്ചായിരുന്നോ മോളെ? എടുത്തു വെച്ചതാ ചേച്ചി. ഞാനത് ബാഗിലാക്കി വെച്ചതാ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുകയും ചെയ്തു. പിന്നെ ഇതെവിടെ പോയി? അറിയില്ല ചേച്ചി. മാഡം, ഈ കുട്ടികളുടെ അച്ഛൻ അരവിന്ദനും ഞാനും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. അക്കാലത്ത് ഇവരുടെ കുടുംബത്തെ പറ്റുന്ന രീതി സഹായിച്ചിട്ടുമുണ്ട്. പെട്ടെന്നൊരു ദിവസം അരവിന്ദൻ അങ്ങ് മരിച്ചു. പിന്നെ അരവിന്ദന്റെ അമ്മയും ഭാര്യയും 4 പെമ്മക്കളുമാ ആ കുടുംബത്തിലുണ്ടായിരുന്നതേ. ഗൾഫിൽ നിന്ന് അരവിന്ദൻ സമ്പാദിക്കുന്ന കാശായിരുന്നു ഏക വരുമാനമേ. അതില്ലാതായപ്പോ മൂത്ത മോളുടെ കല്യാണം മുടങ്ങി, കുടുംബം ജപ്തിയായി. അതോടെ അവർ6 പേരുവേ മെന്റലായി മാഡം. ഇതുപോലെ പലരുടെയും സ്വത്തിന് അവകാശം ഉന്നയിച്ചേ ഈ പിള്ളേർ കയറി ചെന്നിട്ടുണ്ട്. ഓരോരുത്തരും അരവിന്ദന്റെ സ്വത്ത് തട്ടിയെടുത്ത് ഓരോന്ന് വാങ്ങിച്ചു എന്നാ അവര് പറയുന്നത്. ദേ ഈ പോലീസ് സ്റ്റേഷൻ പോലും അരവിന്ദന്റെ പണങ്ങൾ ഉണ്ടാക്കിയാന്ന് അവര് പറഞ്ഞു കളയും. ആ പച്ച കള്ളമാണ് മേഡം ഇയാൾ പറയുന്നത്. എവനാ മാഡം ആ മൂത്ത പെങ്കുച്ചിനെ കല്യാണം കഴിച്ചേക്കുന്നതേ? ഒരു ദയക്കാരനാ. ജോലി ചെയ്തൊരു 6-7 വയറ് പോറ്റാൻ ആവതൊന്നും ഇല്ല. അതുകൊണ്ടാ വീട്ടുകാർ മൊത്തത്തിലേ രണ്ടാറിയേക്കുന്നേ.
ഇത് കണ്ടോ മാഡം? നിന്നെ ഞാൻ വിടൂലടാ, നിന്നെയും നിന്റെ മകളുടെ കഴുത്തി താലി കെട്ടാന് ഇവനീ ഭൂമിക്ക് മേലെ ഉണ്ടാവൂല. എന്തോ ചെയ്യാനാ മാഡം? ഇതാ അവന്റെ പ്രശ്നം. ആൾക്കാരുടെ കയ്യിൽ 10 പൈസ ഉണ്ടാവുന്നതോ ആരെങ്കിലും നന്നാവുന്നതോ പിടിക്കത്തില്ല. ഇതേ കണ്ണേടിയാ, മൊത്തം സൈക്കോ ഫാമിലിയാ. അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ നിന്റെ എല്ലടിച്ച് ഞാൻ വെള്ളമാക്കും. വിനീതേട്ടാ, എന്തോ മാഡം? എന്തോ പറ്റിയെന്നോ? ഒരു പേപ്പട്ടിയെ എന്നെ കടിക്കാൻ വന്ന് അതിനെ തൊടലിട്ടങ്ങ് പൂട്ടി. ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ നോക്കത്തില്ല, ഞാൻ വെടിവെച്ചാൻ കൊന്നോളയും. ജയബല, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കേ. അതുകൊള്ളാം. അരിയും തിന്ന് അടുക്കളക്കാരെയും കടിച്ചിട്ട് പിന്നെ നായ്ക്ക് മുറുമുറുപ്പ്. അല്ല മാഡം, എന്നെ എന്തിനാണ് പിടിച്ചു നിർത്തിയേക്കുന്നേ? ഇതുപോലുള്ള ഈ ഭ്രാന്തമാരെ കൊണ്ടൊക്കെ എന്നെ ഉപദ്രവിപ്പിക്കാനോ? എന്റെ മോളെയും? അല്ല മാഡം, എന്റെ പേരുള്ള കേസ് എന്തോന്ന് പറ. അത് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള സാക്ഷികളോ തെളിവുകളോ ഒക്കെ എവിടെ? മാഡം, ഇതേ ഇമാതിരി കോക്കാച്ചി കാണിച്ച് പേടിപ്പിക്കാനാണെങ്കിലേ മാഡം സമാധാനം പറയേണ്ടി വരും. കാവേരി, ആ ഫോണും ഡയറിയും കാണുന്നില്ല മാഡം. കാണാനില്ലെന്നോ? ഹാജരാക്കെന്ന് പറഞ്ഞ സാക്ഷികളും? ഒരാള് സ്വിച്ച് ഓഫ് ആ മാഡം, മറ്റേയാള് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അല്ല, ഇപ്പൊ മാഡത്തിന് മനസ്സിലായോ? താനൂർക്ക് ചക്ക തിന്നാൻ പോയപ്പം ചക്കയെല്ലാം കൂടെ തമ്പാനൂർക്ക് പോയെന്ന്. ചുരുക്കി പറഞ്ഞാലേ തെളിവൊന്നും ഇല്ലാന്നേ. അല്ല, ഇപ്പൊ മാഡത്തിന് മനസ്സിലായോ? താനൂർക്ക് ചക്ക തിന്നാൻ പോയപ്പോഴ് ചക്കയെല്ലാം കൂടെ തമ്പാനൂർക്ക് പോയെന്ന്. ചുരുക്കി പറഞ്ഞാലേ തെളിവൊന്നും ഇല്ലാന്നേ. മാഡത്തിന് എപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ, ഇത് ഇവരുടെ സ്ഥിരം കലാപരിപാടിയാണെന്നേ. ഇയാൾ എന്തോ ചെയ്തതാ മാഡം? എല്ലാത്തിനും പിന്നിൽ ഇയാൾ ഒറ്റെടുത്തനാ. മാഡത് കണ്ടല്ലോ ഞാൻ എന്തോ ചെയ്തെന്ന്. ഞാൻ എന്താ ഇവിടെ മാഡത്തിന് തൊട്ടുമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നേ, ഇരിക്കുമായിരുന്നേ. ഇല്ലെങ്കിൽ മാഡം തന്നെ വിശ്വസിച്ചു പോയനെ ഞാൻ എന്തോ ചെയ്തെന്ന്. ഇതാ ഇവരുടെ ഒരു സാമർഥ്യം. ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ പൊന്നു മാഡം, ഇല്ലാത്ത തെളിവൊക്കെ ഞാൻ എങ്ങനാ നശിപ്പിക്കുന്നേ? അച്ഛാ, നമുക്ക് പോവാം, സമയം വൈകുന്നു. വാ അച്ഛാ. നിക്കടി മോളെ, നിക്ക്, പോവാം. അല്ല മാഡം, മാഡത്തിന്റെ മുഖത്തെ ഒരു നിരാശയുടെ നിഴലിൽ വീണിട്ടുണ്ടോ? ഇതേ ഒരു അസുഖ ലക്ഷണമാ മാഡം, പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്നതിന്റെ ലക്ഷണം. മാഡം, ഇതേ ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കണമെങ്കിലേ ജയപാലിനെതിരെ കളിക്കുന്നതേ അങ്ങ് അവസാനിപ്പിച്ചോ, അതാ നല്ലത്. പിന്നെ മാഡം, ഈ കല്യാണത്തിനെ ഇത് മറക്കരുത്. വന്നാലേ നല്ല വെടിപ്പായിട്ടേ സദ്യ ഉണ്ടെങ്കിൽ പോരാ കേട്ടോ. നീ വാടി, നീ വരുതാ, ഇറങ്ങി വാ, മാറിക്കടാ.
സോറി മാഡം. വിനീതേട്ടനോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യല്ലെന്ന്. പിന്നെ അയാൾ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ? വിനീതേട്ട അയാൾ അങ്ങനെ പലതും പറയും. നമ്മുടെ മാനസിക നില തകർക്കുകയും നമ്മളെ പ്രകോപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് അയാളുടെ ലക്ഷ്യമാണ്. അതിൽ വീണ നമ്മൾ തോറ്റു. തെളിവ് കിട്ടിയാൽ ഇനിയും കൊണ്ട് കാണിക്കാലോ ഗംഗേ. അതിന് അവരൊക്കെ നിന്ന് തരണ്ടേ വിനീതേട്ടാ? എന്നാലും ഫോണുണ്ടായി ഇത് എങ്ങോട്ട് പോയി? വെറുതെ സമയം മെനക്കെടുന്നടി, അതിനകത്ത് ഒരു പിണ്ണാക്കുമില്ല. പിന്നെ നീ പരമരഹസ്യമായിട്ട് സൂക്ഷിച്ച ആ 2 സാക്ഷികളുണ്ടല്ലോ, ഒന്നെന്റെ ജോലിക്കാരൻ ശിവരാമനും പിന്നെ ബാങ്ക് മാനേജർ ജേക്കബും. 2നും പണി കിട്ടി. അയ്യോ ഞാനല്ല, ആ ഉഗ്രമൂർത്തിയെ പണി കൊടുത്ത്. അപ്പോ ഗംഗയും തിന്തർത്ത് പോകുന്നില്ല അല്ലേ? ഞാൻ പോവും. പുഷ്പവാടിയിൽ നല്ല കാറ്റടിക്കുന്നു, മഴ പെയ്യുന്നു എന്ന് പറഞ്ഞൊന്നും എനിക്ക് എന്റെ അനിയത്തിയുടെ ഓപ്പറേഷൻ നടത്താതിരിക്കാൻ പറ്റില്ല. മോളെ, നിനക്ക് എത്തിയാൽ പിടിക്കാൻ പറ്റുന്ന അപ്പുറത്താ. ആ തോട്ടത്തിന്റെ കാര്യം നീ അങ്ങ് മറന്നേക്ക്.